ഹലോ, ഞാൻ ನಿಮ್ಮ ഡോക്ടർ ശ്യാമല പ്രസാദ്. ഞാൻ ഇന്ന് ഒരു ബയോ ഹാക്ക് പറഞ്ഞെങ്കിൽ ഇപ്പൊ മുട്ടുവേദന എന്നുണ്ടെങ്കിൽ എങ്ങനെയാ അതിനെ ഈസിയലി ക്യൂർ ആക്കുന്നത്, എന്തിന് ക്യൂർ ആവാത്ത സൂക്കട് ഇത്ര ദീർഘകാലം എടുക്കുന്നുണ്ട്. ചില ആൾക്കാർക്ക് കുറേ സമയം കഴിഞ്ഞിട്ട് നമ്മൾ ക്ലിനിക്കിന് വരുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ഞങ്ങൾ ഈ ബയോ ഹാക്കിന് കാണിച്ചിട്ട് കൊടുക്കുന്നു. ബയോ ഹാക്ക് പറഞ്ഞെങ്കിൽ എന്താ, ഇപ്പോൾ നിങ്ങൾ മുട്ടുവേദന ഉണ്ടെങ്കിൽ മുട്ടുവേദനത്തിനെ അത്യന്ത ഫാസ്റ്റായിട്ട് ക്യൂർ ആക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഒരു ഗോൾ വെക്കണം. ഞങ്ങളുടെ മുട്ടുവേദന ശരിയായ പാട് 2 കിലോമീറ്റർ 3 കിലോമീറ്റർ ദൂരം ഉണ്ടായ ഒരു സ്ഥലത്തിന് പോയിട്ട് വരുന്നു, ഒരു റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോയിട്ട് നടന്നിട്ട് പോയിട്ട് വരുന്നു. ഈ ഒരു ഗോൾ വെക്കണം. ഈ ഗോൾ അച്ചീവ് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റൂ? ആഹാരത്തിൽ വ്യത്യാസമാക്കാൻ പറ്റൂ, ഡെയിലി എക്സസൈസ് ആക്കാൻ പറ്റൂ, നല്ല ടൈമിൽ ഉറങ്ങാൻ പറ്റൂ, നല്ല സ്റ്റേറ്റ് ഓഫ് മൈൻഡിന് വെക്കാൻ പറ്റൂ, മെൻ്റലി നിങ്ങൾ മൈൻഡിന് ഫ്രഷ് ആക്കിയിട്ട് പോയെങ്കിൽ നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാൻ മൂഡുണ്ടാവും. വേറെ ഏത് വിഷയവും വേണ്ട, അവരെ വിഷയം ഇവരെ വിഷയം, ഏത് റിലേറ്റീവ്സ് വിഷയം ഇല്ല അവരിങ്ങനെ പറഞ്ഞു, അത് ഏത് സംഗതി എല്ലാം വിട്ടിട്ട് ഇതിൻ്റെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യണം. ഇതിൻ്റെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ മുട്ടുവേദന നേരാക്കാനുണ്ടായ എല്ലാ മെത്തേഡ്സ് തലയ്ക്ക് വരും. അത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്നുണ്ട്, അത് ആക്ടിവേറ്റ് ആവും. അത് നമുക്ക് എല്ലാ വിഷയം പറഞ്ഞിട്ട് കൊടുക്കും. നിങ്ങൾ ഇങ്ങനെ ആക്കിയെങ്കിൽ ശരിയാവും, നിങ്ങൾ ഇപ്പോൾ എക്സസൈസ് ആക്കിയെങ്കിൽ ശരിയാവും, ഡോക്ടറിൻ്റെ ആടെ പോയെങ്കിൽ ശരിയാവും, പിന്നെ മൈൻഡ് ഫ്രഷ് വെച്ചെങ്കിൽ നല്ല ഉറങ്ങിയെങ്കിൽ നല്ല ഫുഡ് എടുത്തെങ്കിൽ ശരിയാവും. ഇതെല്ലാം മെത്തേഡ്സും നിങ്ങൾ ഫോളോ ആക്കി മുട്ടുവേദനത്തിന് നേരാക്കാനുള്ള എല്ലാ മെത്തേഡ്സിനെ ഫോളോ ആക്കിയ ശേഷം അതിന് കണ്ടിന്യൂ ആക്കണം. ഇപ്പോൾ നമുക്ക് ഒരു 3 കിലോമീറ്റർ നടക്കാനുണ്ടായ ഉദ്ദേശം ഉണ്ടെങ്കിൽ നമുക്ക് ഈസിയലി 3 കിലോമീറ്റർ നടക്കാനാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടർ മറന്ന് ചിലപ്പോൾ എടുക്കാനായിട്ട് വരൂ, ചിലപ്പോൾ വാക്കിംഗ് ആക്കാനായിട്ട് വരൂ, ചിലപ്പോൾ എക്സസൈസ് ആക്കാനായിട്ട് വരൂ, ചിലപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഡോക്ടറിൻ്റെ മരുന്ന് കറക്റ്റായിട്ടായി മുട്ടുവേദന എല്ലാം കുറഞ്ഞു, പിന്നെ നമുക്ക് എക്സസൈസ് ജീവിതശൈലി ചേഞ്ച് ആക്കിയിട്ട് അതിന് മാത്രം പോയാൽ മതി. ഇപ്പോൾ മാത്രം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി ഈ സംഗതി ചെയ്യണം. ഇപ്പോൾ മുട്ടുവേദന കുറച്ച് കുറയുമ്പോൾ വിടാൻ പാടില്ല. നിങ്ങൾ 3 കിലോമീറ്റർ നിങ്ങൾ ഉദ്ദേശമുണ്ട് നടക്കണമെന്ന് പറഞ്ഞിട്ട് ആ 3 കിലോമീറ്റർ ഉദ്ദേശം പൂർത്തിയാകുന്നവരെ നിങ്ങൾ ഈ ഒരു മെത്തേഡ്സ് ഫോളോ ആക്കണം. അതിനെ ബയോ ഹാക്ക് എന്ന് പറയും. ഡെയിലി ആക്കണം, കൺസിസ്റ്റൻ്റ് ആയിട്ട് പറഞ്ഞെങ്കിൽ ഒരു ദിവസവും വിടാത്ത ഈ സംഗതി ആക്കണം. അപ്പം മൈൻഡ് ആടെ പോകും, അതാക്കിയിട്ടില്ല അവരിങ്ങനെ പറഞ്ഞു, അതെല്ലാം പോവും. പക്ഷെ അതെല്ലാം വിടണം. നിങ്ങൾ പ്രോബ്ലമിനെ തീർക്കാനുണ്ടായ ഏതു ശക്തി ആർക്കും ഇല്ല, നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. നിങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് ഞങ്ങൾ മനസ്സിനുള്ളിൽ ഒരു മനസ്സുണ്ടാവും, അതിന് ഒരു താക്കത്തുണ്ട്, ഒരു ശക്തിയുണ്ട്. ആ താക്കത്ത് നിങ്ങൾ യൂസ് ആക്കിയെങ്കിൽ നമുക്ക് എല്ലാ സൂക്കടിനെ ശരിയാക്കുന്ന താക്കത്തുണ്ട്. പക്ഷെ നിങ്ങളതിനെ വിചാരിച്ചിട്ട് ഡെയിലി ഒരു 5 മിനിറ്റ് ഇരുന്നിട്ട് ഞാൻ ഇന്ന് എൻ്റെ മുട്ടുവേദന ശരിയാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, വേറെ എല്ലാം പോട്ടെ, വേറെ ഇത് ന്യൂസുകൾ ഇല്ല എന്തു സംഗതികളുണ്ടാവും, അതെല്ലാം ഏത് തലയ്ക്ക് വെക്കുന്ന വേണ്ട, ഇത് മാത്രം തലയ്ക്ക് വെച്ചെങ്കിൽ നമുക്ക് ഇതിൻ്റെ പരിഹാരം കിട്ടാൻ എളുപ്പം മെത്തേഡ് വരും. നിങ്ങളെ മൈൻഡിനെ കുറേ മെത്തേഡ്സുകൾ കാണിക്കൂ. ആ മെത്തേഡ്സിനെ ഡെയിലി കുറച്ചായിട്ട് അതിന് മുമ്പിലോട്ട് പോയാൽ മതി, നമുക്ക് ഇതിൻ്റെ പരിഹാരം കിട്ടും.